ധീരനിലും അദ്ദേഹം ക്യാരക്ടർ സീരിയസ് ആണെങ്കിലും ഞാൻ പല സമയത്തും ഞാൻ ജഗദീഷ് ചേട്ടൻ്റെ അടുത്ത് പറയുമായിരുന്നു, ജഗദീഷ് ചേട്ടാ അവിടെ എനിക്ക് കുറച്ച് അപ്പുക്കുട്ടൻ വേണം, അല്ലെങ്കിൽ ഹൃദയഭാനു വേണം. അപ്പോൾ ചേട്ടൻ ചിരിക്കും. എന്നിട്ട് ചേട്ടൻ അതിൻ്റെ ഒരു വെർഷൻ ചെയ്യും. ലക്ഷ്മി വാര്യരും ഗണേഷ് മേനോനും അവരാണ് സിനിമ ചിയേഴ്സ് എൻ്റർടൈൻമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇവർ ജാനേമൻ ചെയ്യുന്ന സമയത്ത് ബേസിൽ ജോസഫ് ഇന്നത്തെ ബേസിൽ ജോസഫ് ആയിരുന്നില്ല, അല്ലെങ്കിൽ ജാനേമനൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ബ്രേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കോൺഫിഡൻസും എൻ്റെ കോൺഫിഡൻസും ആയിരുന്നു ഈ രാജേഷ് മാധവനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനൊരു ഇത് പുൾ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റും. തൊണ്ണൂറുകളിലെ സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് തൊണ്ണൂറുകളിലെ സിനിമകളെ ഒരു മിമിക്സ് പരേഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് കലാകാരന്മാരാണ് ശരിക്കും തൊണ്ണൂറിലെ സിനിമകൾ, അതായത് കോമഡി പാറ്റേണിലുള്ള സിനിമകൾ സൃഷ്ടിച്ചത്. അപ്പോൾ അതിൻ്റെ തമാശകളിൽ പിന്നെ സ്പോട്ടിലടിക്കുന്ന കൗണ്ടറുകൾ, അതുപോലെ തന്നെ ചില നോട്ടങ്ങൾ, ചില ചെറിയ ഡയലോഗുകൾ, ഇതൊക്കെ മിമിക്സ് പരേഡ് എന്ന് പറയുന്ന ഒരു കലയുടെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു അന്നത്തെ തമാശകൾക്ക് എന്നുള്ളത്. അപ്പോൾ ആ തമാശകൾ, അത് പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ റാംജി റാവു ആയാലും ഹരിഹർ നഗർ ആയാലും ഗോഡ് ഫാദർ ആയാലും, അല്ലെങ്കിൽ അന്ന് ജഗദീഷ് എന്ന് പറയുന്ന നടൻ അഭിനയിച്ചിട്ടുള്ള പല സിനിമകൾ, കലൂർ ഡെന്നീസിൻ്റെ തിരക്കഥയിൽ വന്നിട്ടുള്ള പല സിനിമകളും ആ പാറ്റേണുകളിൽ ഉണ്ടായിട്ടുള്ള അങ്ങനെ ഒരു കോമിക് പാറ്റേൺ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത്തരം ഒരു നടന്മാരെയാണ് പിന്നെ ദേവദത്ത് ഇവിടെ ഡയറക്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ നമ്മളെ തമാശകളുടെ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ട്, സിനിമയിൽ തന്നെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഒരു ജനറ്റിക്കലായിട്ടുള്ള ഒരു ചേഞ്ച് തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ ഇതിലേക്ക് മാറുന്നൊരു പ്രക്രിയ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞാണെങ്കിൽ പോലും അതിനെ ദേവദത്ത് എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു അത് ഇവർ ഇപ്പോൾ എനിക്ക് അനുഭവമുള്ളത് ധീരനിൽ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകളെ വെച്ചാണ്. ഇവരെല്ലാവരും ആ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനെ അക്സെപ്റ്റ് ചെയ്ത ആൾക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ജഗദീഷ് ചേട്ടനൊക്കെ എപ്പോഴും ഇരുന്നത്, ജഗദീഷ് ചേട്ടനൊക്കെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ മുന്നേ ചെയ്ത തമാശയുടെ മീറ്ററിലല്ല, അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടുതലും സീരിയസ് വേഷങ്ങളാണ്. ഇപ്പോൾ ധീരനിലും അദ്ദേഹം ക്യാരക്ടർ സീരിയസ് ആണെങ്കിലും ഞാൻ പല സമയത്തും ഞാൻ ജഗദീഷ് ചേട്ടൻ്റെ അടുത്ത് പറയുമായിരുന്നു, ജഗദീഷ് ചേട്ടാ അവിടെ എനിക്ക് കുറച്ച് അപ്പുക്കുട്ടൻ വേണം, അല്ലെങ്കിൽ ഹൃദയഭാനു വേണം. അപ്പോൾ ചേട്ടൻ ചിരിക്കും. എന്നിട്ട് ചേട്ടൻ അതിൻ്റെ ഒരു വെർഷൻ ചെയ്യും. അപ്പോൾ എനിക്ക് ചില ഏരിയയിൽ എനിക്ക് അത് വേണമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു കുറച്ച് അപ്പുക്കുട്ടനും ഹൃദയഭാനും ഒക്കെ കുറച്ച് ലൗഡാണ്, അല്ലെങ്കിൽ തമാശ. അപ്പോൾ എനിക്ക് അത്തരത്തിലുള്ള മീറ്ററുകളും ഈ സിനിമയിൽ പല സ്ഥലത്തും ആവശ്യമായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ സുധീഷ് ഏട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ, സുധീഷ് ഏട്ടൻ കുറച്ചധികം ലൗഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ തമാശയുടെ മീറ്ററാണ് എനിക്ക് തോന്നുന്നു നമ്മൾ അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് ആ മീറ്ററിലാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ഡയലോഗ് ഹ്യൂമേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് മുന്നേ പറയേണ്ട രീതിയിലായിരിക്കില്ല ചിലപ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ അത്തരത്തിലുള്ളൊരു മാറ്റങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ രാജേഷ് മാധവൻ ഇപ്പോൾ ടൈറ്റിൽ ക്യാരക്ടർ ധീരൻ ചെയ്യുന്നത് രാജേഷ് ചേട്ടനാണ്. രാജേഷ് ചേട്ടൻ്റെ മുന്നേ ഇപ്പോൾ ഞാൻ രാജേഷ് ചേട്ടൻ്റെ അടുത്ത് തന്നെ ഓപ്പണായിട്ടത് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ രാജേഷ് ചേട്ടൻ്റെ ഇതുവരെയുള്ള എല്ലാ സിനിമകളിലും അദ്ദേഹം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഒരു കാരിക്കേച്ചർ സ്വഭാവം, ഒരു ചെറിയൊരു കാർട്ടൂണിക് ഷെയ്ഡ് ആ ക്യാരക്ടേഴ്സിനുണ്ടായിരുന്നു. അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. അത് വർക്കൗട്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്നാത്താൻ കേസോടാണെങ്കിലും ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണെങ്കിലും, ഈവൻ മഹേഷിൻ്റെ പ്രതികാരത്തിലെ ആ ഒരൊറ്റ സീനാണെങ്കിൽ പോലും അതിനും അത്തരത്തിലൊരു കാരിക്കേച്ചർ സ്വഭാവമുണ്ട്. പക്ഷേ ഈ സിനിമയിലെ ക്യാരക്ടർ വളരെ സാധാരണക്കാരൻ, അല്ലെങ്കിൽ ഇതുവരെ രാജേഷ് ചേട്ടൻ ഇതുവരെ ചെയ്യാത്ത ആ ഒരു ഇതിലാണ്, വളരെ സാധാരണക്കാർ. അപ്പോൾ ഞാനിത് രാജേഷ് ചേട്ടനിലേക്ക് എത്തുന്ന സമയത്ത് പലരും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ പല കൺസേണിൽ ചോദിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ മറ്റേ എല്ലാ ഇമോഷനും ഉള്ള, അല്ലെങ്കിൽ അയാൾ കരയണം, ചിരിപ്പിക്കണം, കരയിപ്പിക്കണം, ഇതെല്ലാം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ രാജേഷ് ചേട്ടനിൽ ഇപ്പോൾ രാജേഷ് ചേട്ടനെ കൊണ്ട് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ പലരും എൻ്റെ അടുത്ത് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ
ഞാനത് എൻ്റെ ഒരു കോൺഫിഡൻസിലും എൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇപ്പോൾ ജാനേമൻ, ജയ് ജയ് ഹേ, ഫാലിമി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ ഹൗസ് ലക്ഷ്മി വാര്യരും ഗണേഷ് മേനോനും അവരാണ് സിനിമ ചിയേഴ്സ് എൻ്റർടൈൻമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇവർ ജാനേമൻ ചെയ്യുന്ന സമയത്ത് ബേസിൽ ജോസഫ് ഇന്നത്തെ ബേസിൽ ജോസഫ് ആയിരുന്നില്ല, അല്ലെങ്കിൽ ജാനേമനൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ബ്രേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കോൺഫിഡൻസും എൻ്റെ കോൺഫിഡൻസും ആയിരുന്നു ഈ രാജേഷ് മാധവനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനൊരു ഇത് പുൾ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ഡേ രാജേഷ് ഏട്ടൻ കോസ്റ്റ്യൂം ഇട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിലേക്ക് ആ കോസ്റ്റ്യൂമിലും മേക്കപ്പിലൊക്കെ ആയിട്ട് വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അന്ന് കൺസേൺ പറഞ്ഞ ആൾ പറഞ്ഞല്ല, ഇയാളെ ഞാൻ എവിടെയോ ഈ പെരുമ്പാവൂർ മലയാറ്റൂർ കണ്ടിട്ടുണ്ട്, ഇയാൾ എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ അങ്ങനൊരു നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ളൊരു ആളിലേക്ക് അദ്ദേഹം ആ ഫസ്റ്റ് ഡേ തന്നെ വന്നു. പിന്നീട് പെർഫോമൻസിലാണെങ്കിലും ചില സമയത്ത് ഇതുപോലെ ചെയ്യുമ്പോൾ രാജേഷ് ഏട്ടൻ തന്നെ കട്ട് പറഞ്ഞിട്ട് പറയും, എടാ അതിൽ കുറച്ച് പഴയ സാധനം വന്നു. അപ്പോൾ അങ്ങനെ പരമാവധി റിയലാക്കിയാണ്, അല്ലെങ്കിൽ റിയലായിട്ടാണ് അദ്ദേഹം പെർഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ അതാണ് എനിക്ക് മൊത്തത്തിൽ ഈ പറഞ്ഞ പണ്ടത്തെ നടന്മാരിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പുതിയ ആളുകളെ വെച്ചിട്ട് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ അവരുടെ അതിനെപ്പറ്റി എനിക്ക് കൺവിക്ഷനും അല്ലെങ്കിൽ എൻ്റെ വിഷനൊപ്പം അവരെയും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെല്ലാവരും അതിന് പൂർണ്ണമായിട്ടും സഹകരിച്ചു. ഇപ്പോൾ എൻ്റെ വിഷനിൽ ചിലപ്പോൾ എൻ്റെ ക്യാരക്ടർ അത്ര ലൗഡായിട്ട് സംസാരിക്കുന്ന ഒരാളല്ലെങ്കിൽ അത് അവരിലേക്ക് അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ രാജേഷ് മാധവൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ രാജേഷ് മാധവനെ പോലുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാരിക്കേച്ചർ ക്യാരക്ടറുകൾ അവതരിപ്പിച്ചിട്ടുള്ള മറ്റ് നടന്മാരും മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെയുണ്ട്. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു മനുഷ്യനാണ് രാജേഷ് മാധവൻ. പ്രത്യേകിച്ച് എന്നാ താൻ കേസ് കൊടു എന്ന് പറയുന്ന ആ ഒരു ഒറ്റൊരു ക്യാരക്ടർ വെച്ച് തന്നെ അദ്ദേഹം മലയാളത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം വേറൊരു തരത്തിലുള്ളൊരു ബോഡി ലാംഗ്വേജിലൂടെ, വേറൊരു എന്താ പറയുക, അഭിനയത്തിൻ്റെ ഒരു പാറ്റേണിലൂടെ, കോമിക് പാറ്റേണിലൂടെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ഉണ്ടാക്കുന്നുണ്ട് മലയാള സിനിമയിൽ. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസിനെ? എനിക്ക് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ ഒരു സീനുള്ളൂ, ആ നാരങ്ങ താഴെ വീണ് സൈക്കിള്. പക്ഷേ ആ ഒരൊറ്റ സീനിൽ തന്നെ അദ്ദേഹം കൊണ്ടുവന്നൊരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ആളുകളുടെ ഉള്ളിലേക്ക് ഇപ്പോൾ നമ്മളൊരു സിനിമയിൽ 65 സീനുള്ള സിനിമയിൽ അത് ട്രോളുകളിലൂടെ ഹിസ്റ്ററി പോലും ആയി. അതെ അതെ 65 സീനുള്ളൊരു സിനിമയിൽ എല്ലാ സീനിലും പെർഫോം ചെയ്തിട്ട്, അല്ലെങ്കിൽ പടത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ടായിട്ട് നമ്മുടെ ഉള്ളിൽ ഓർത്തിരിക്കാത്ത ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. നേരെ തിരിച്ചൊരു ഒറ്റ സീനിൽ വന്നിട്ട് എല്ലാ കാലത്തും അല്ലെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന, അപ്പം അത്തരത്തിലുള്ളൊരു ഇതായിരുന്നു രാജേഷ് ഏട്ടൻ മഹേഷിൻ്റെ പ്രതികാരത്തിൽ. ഈവൻ അതല്ലാതെ പിന്നീട് അദ്ദേഹം അഭിനയിച്ച സിനിമകൾ ശ്രദ്ധിച്ചാലും അറിയാം, അദ്ദേഹം ഒരുപാട് സ്ക്രീൻ സ്പേസിൽ അല്ലെങ്കിൽ ഒരുപാട് സമയം സ്ക്രീനിൽ വന്നിട്ടല്ല ഈ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇപ്പോഴും മായാനദിയിൽ ഒരു ഒറ്റ ഡയലോഗ് നയൻതാര ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന, ഓഡീഷൻ സമയത്ത് ചോദിക്കുന്ന, അപ്പോൾ അതുൾപ്പെടെ എല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ, ഞാൻ മനസ്സിലാക്കുന്നത്, വളരെയധികം റേഞ്ചുള്ളൊരു ആക്ടറാണ്. അത് തമാശകളിൽ മാത്രമല്ല. അപ്പോൾ അദ്ദേഹം ധീരനിലെ പല സീരിയസ് ആയിട്ടുള്ള കുറേ ഇമോഷണൽ സീനുകൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരുന്നു. പൊട്ടിക്കരയേണ്ടതുണ്ട്, ചെറുതായിട്ട് കണ്ണ് നിറയുന്നുണ്ട്, അങ്ങനെ പല റേഞ്ചിൽ അഭിനയിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ക്രൂവിലെ എല്ലാവരും ഏറ്റവും അധികം ഒരു നമ്മളെ ശരിക്കും ഞെട്ടിച്ചത് രാജേഷ് മാധവനായിരുന്നു. അതായത് നമ്മളെല്ലാവരും, ബാക്കി ഇപ്പോൾ ഉള്ളവരുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ജഗദീഷ് ഏട്ടൻ്റെയും മനോജ് ഏട്ടൻ്റെയും ഒന്നും അവർക്കിനി നമ്മളെ കൂടുതൽ ഞെട്ടിക്കാനൊന്നുമില്ല. അതൊക്കെ ഓൾറെഡി അതിൽ നമ്മൾ ഇമ്പ്രസ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ രാജേഷ് ഏട്ടൻ അതിനെ ഡെലിവർ ചെയ്ത രീതി, അല്ലെങ്കിൽ അതിന് വേണ്ടി അദ്ദേഹം എടുക്കുന്ന എഫേർട്ട്, അതിൻ്റെ പ്രിപ്പറേഷൻ, ഇപ്പോൾ എനിക്ക് രാജേഷ് ഏട്ടനെ പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കരമായിട്ടൊരു നടനാവണം, അല്ലെങ്കിൽ ഒരുപാട് അഭിനയിക്കണം, അങ്ങനൊരു അങ്ങനത്തെ ആഗ്രഹമുള്ള രീതിയിലല്ല ആൾ വന്നത്. ആൾക്ക് ഇതുപോലെ ഇപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്ത് റിലീസാവാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ ആക്സിഡൻ്റൽ ആക്ടറാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ
അദ്ദേഹം അതിനോട് കാണിക്കുന്നൊരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ചില സീനുകളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എൻ്റെ മനസ്സിലെന്താ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ വിഷൻ എന്താണെന്ന് അറിയാൻ അദ്ദേഹം എടുക്കുന്നൊരു എഫേർട്ടൊക്കെ എനിക്ക് ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യാൻ തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു രാജേഷ് ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തത്. അതുപോലെ ജഗദീഷ് എന്ന് പറയുന്ന ഒരു നടൻ്റെ മെറ്റാമോർഫോസിസ് നമ്മളിപ്പം നോക്കി കാണുമ്പോൾ ഈ അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന ഒരു ഇമേജിനെ അദ്ദേഹം അതിഗംഭീരമായിട്ട് ഇപ്പം ബ്രേക്ക് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഫാലിമി പോലുള്ള സിനിമ, മാർക്കോ എന്ന് പറയുന്ന സിനിമ, രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ, അങ്ങനെ പുതിയ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകൾ അദ്ദേഹം ആ ഒരു ഇമേജ്, ഒരിക്കലും മലയാളി പ്രതീക്ഷിക്കാത്തൊരു ഇമേജ് ബ്രേക്കിംഗ് ആണ് ജഗദീഷ് എന്ന് പറയുന്ന നടൻ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ നടത്തിയത് എന്നുള്ളത്. അതൊരു വലിയൊരു കൺവേർഷനാണെന്നാണ് തോന്നുന്നത്. ദേവദത്തിനെ പോലുള്ള ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മെറ്റാമോർഫോസിസിനെ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മാറ്റമാണ് ഈ മനുഷ്യനുണ്ടാക്കിയത്? ഞാൻ മനസ്സിലാക്കുന്നത് ജഗദീഷ് ഏട്ടൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള പാഷൻ എന്നതിലുപരി ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ, എനിക്ക് തോന്നുന്നു ഈ മാറ്റം ആദ്യം നമ്മൾ കാണുന്നത് ലീലയിലായിരുന്നു എന്ന് തോന്നുന്നു. ലീലയിലാണ് ഒരു നെഗറ്റീവ് ക്യാരക്ടർ അദ്ദേഹം ആ ഒരു ചേഞ്ചിൽ. ഇപ്പോൾ റീസെൻ്റ്ലി ആണെങ്കിലും അദ്ദേഹം പല സീരിയസ് ക്യാരക്ടറുകൾ, പല നെഗറ്റീവ് റോളുകളൊക്കെ ചെയ്തു. പക്ഷേ ജഗദീഷ് ഏട്ടൻ ഇങ്ങനെ എടുത്ത് സംസാരിക്കുമ്പോൾ ജഗദീഷ് ഏട്ടൻ പറയുന്നുണ്ട് ഇനി ഇതും ആളുകൾക്ക് മടുക്കും. അപ്പോൾ ഞാൻ പുതിയ പരീക്ഷണങ്ങൾ നടത്തിയില്ലെങ്കിൽ അതും ശരിയാവില്ല. ആ തിരിച്ചറിവ് അദ്ദേഹം കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് അപ്പുക്കുട്ടനെ വേണം, ഹൃദയഭാനുവിനെ വേണം എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് അറിയാം ഇടയ്ക്കൊക്കെ അതും ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എപ്പോഴും ഒരു വേഷം തന്നെ, അല്ലെങ്കിൽ പക്ഷേ ഫാലിമി എന്ന് പറയുന്ന ഒരു സിനിമയിൽ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു റോള്, ഒരു പരാജയപ്പെട്ട ഒരു പിതാവിൻ്റെ റോളായിട്ട് അഭിനയിക്കുമ്പോൾ പോലും അതിനകത്ത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പുതിയ കാലത്തെ തമാശകൾ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ചില നോട്ടങ്ങളിലൂടെ, ചില ഒരു ബിഹേവിയറൽ പാറ്റേണിലൂടെയൊക്കെ അദ്ദേഹം അത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ല, അങ്ങനെ തോന്നുന്നു? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഫാലിമിയിൽ പ്രത്യേകിച്ച് അവസാന ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ, അതിൻ്റെ ക്ലൈമാക്സിലേക്കൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമർ സിറ്റുവേഷൻസൊക്കെ തന്നെയായിരുന്നു. എന്നാൽ അത് ആദ്യം പറഞ്ഞുകൊണ്ടാണ് ആ ക്യാരക്ടർ ഒട്ടും പോവാതെ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം അതിനു വേണ്ടി ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ഒരു ആക്ടർ എടുക്കുന്ന എഫേർട്ട്, ഇപ്പോൾ ജഗദീഷ് ഏട്ടനൊക്കെ അത്രയും പ്രൊഫഷണലായിട്ടുള്ള ആളാണ്. അല്ലെങ്കിൽ ഇത്രയും കഴിഞ്ഞ 10-40 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിന്നിട്ടും ഞാനിങ്ങനെ അത്ഭുതത്തോടെ ചിന്തിച്ചിട്ടുണ്ട്, ഇവരെല്ലാം എങ്ങനെയാണ് ബോറടിക്കാതെ ഈ പ്രൊഫഷൻ മുന്നോട്ട്. ഞാൻ മമ്മൂക്കയുടെ കാര്യത്തിലും ചിന്തിച്ചിട്ടുള്ളതാണ്. ഇവർക്ക് ശരിക്കും ഇത്രയും വർഷമായി ഇവർ അത്യാവശ്യം നേടാനുള്ള. ചോദിച്ചിരുന്നോ ദേവദത്ത് അവരോട്? ഇല്ല, ഞാൻ അങ്ങനെ ഡയറക്റ്റ് ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. കാരണം ഇവർക്ക് അത്യാവശ്യം എന്താ പറയുക, നേടാനുള്ളതൊക്കെ നേടിയ, അല്ലെങ്കിൽ ചെയ്യാത്ത റോളുകളില്ല. അപ്പോൾ എന്നിട്ടും എങ്ങനെയാണ് ഇപ്പോഴും നമ്മൾ 7 മണിക്ക് ഷൂട്ടെന്ന് പറഞ്ഞാൽ 6:55 ജഗദീഷ് ഏട്ടൻ അവിടെ എത്തും. അപ്പോൾ ജഗദീഷ് ഏട്ടൻ പറയുന്ന കാര്യമുണ്ട്, ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡേറ്റാണ്, അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഉപയോഗിക്കാതിരിക്കാം, ഇന്ന് നിങ്ങൾക്ക് തന്നതാണ്. അതുപോലെ തന്നെയാണ് ജഗദീഷ് ഏട്ടൻ. ഇപ്പോൾ ഒരു 6 മണിക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആൾ 6 മണിക്ക് പോയിരിക്കും. അപ്പോൾ അത് അത്രയും വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും പ്രൊഫഷണലായിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ നമ്മളിവിടെ നാട്ടിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇന്ന് രാവിലെ ഷൂട്ട് തുടങ്ങി 6 മണിക്ക് തുടങ്ങി, പിറ്റേ ദിവസം രാവിലെ 6 മണി വരെയൊക്കെ പോകുന്ന 24 മണിക്കൂറൊക്കെ ഷൂട്ട് പോകുന്ന പല ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. പല ഈവൻറ്റ്സ്, കല്യാണം, ഉത്സവം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഫുൾ നൈറ്റായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഇവർക്ക് ഇതുപോലെ പലർക്കും ശാരീരികമായിട്ട് ഇപ്പോൾ ഭയങ്കര ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇത് കണ്ടിന്യൂസ് 2 ദിവസത്തേക്കൊക്കെ ആവും, അല്ലെങ്കിൽ അങ്ങനെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരും. പക്ഷേ എല്ലാവരും ആ സിനിമ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ, നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതൊരു ദിവസം ഷൂട്ട് വൈകിയ അത് ഇത്ര ദിവസം പൈസയുടെ നഷ്ടം ഉണ്ടാവും എന്നൊക്കെ ഉള്ള. അപ്പോൾ ഇപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ ഇവരെങ്ങനെയാണ് ഇപ്പോഴും അതാ ഒരു കറക്റ്റ് ചിട്ടയോടെ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്, ഞാനത് ശരിക്കും അത്ഭുതത്തോടെ നോക്കിയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു
അങ്ങനെ അത്രയും ശ്രദ്ധിച്ച് അല്ലെങ്കിൽ അവരുടെ കരിയറിന് അത്രയും ബഹുമാനം, റെസ്പെക്റ്റ് അത് ആ പ്രൊഫഷനോട് കൊടുക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ പ്രൊഫഷണൽ ആവുന്നു എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള റെസ്പെക്റ്റ് അതിനോട് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ ഈ ഇൻഡസ്ട്രിയിൽ ഇത്രയും കാലമായിട്ടും സജീവമായിട്ട് നിൽക്കുന്നതിൻ്റെ റീസൺ അത് തന്നെ ആയിരിക്കണം.